ഗൗരവത്തോടെ അവൻ പറഞ്ഞതും ആളവനെ തുറച്ചു നോക്കി. സത്യത്തിൽ അവൻ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. നാളെ നേരം പുലരുമ്പോ മനക്കിൽ ദേവതത്തിന്റെ പേര് കുത്തിയ താലി നിന്റെ കഴുത്തിൽ വീണിരിക്കും. അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവൾ ഞെട്ടിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തായാലും 2 വർഷം നിന്നെ ഞാൻ ചുമക്കണം. അതുവരെ മറ്റുള്ളവരെ കാണിക്കാനായ ഒരു ചരട് നിന്റെ കഴുത്തിൽ കിട്ടുന്നു. അത്രമാത്രം കരുതിയാ മതി. അവൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റു. അപ്പൊ മറക്കണ്ട, നാളെ രാവിലെ എന്റെ കൂടെ പുറപ്പെടാൻ തയ്യാറായി നിന്നോളണം. എന്റെ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചാ. ബാക്കി പറയാതെ അവൻ നാവ് പിടിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ നേരെ വിരൽ ചൂണ്ടി മുകളിലേക്കും താഴേക്കും ആട്ടി ഒരു ഭീഷണി പോലെ കാണിച്ചു. ശേഷം അവളൊന്നുകൂടി തറപ്പിച്ചു നോക്കിക്കൊണ്ട് തിരിഞ്ഞു കടന്നു. അവൻ പോയതും ഇനി എന്തെന്നറിയാതെ അവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു പോയി. എന്താ രാജേട്ടാ, ദത്തൻ എന്താ ചെയ്ത്? ഒന്ന് വ്യക്തമായി പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശ്രീദേവി രാജശേഖരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവരുടെ ചോദ്യം കേട്ടത് രാജശേഖരൻ പുച്ഛത്തോടെ അവരെ നോക്കി. ഈ മനക്കല തറവാട്ടിൽ പുതിയൊരു വിശേഷം നടക്കാൻ പോവാ. വിശേഷോ? എന്ത് വിശേഷം? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു കേട്ട് ശ്രീദേവി സംശയത്തോടെ ചോദിച്ചു. എങ്ങനെ അറിയാനാ? അതിനെല്ലാം തീരുമാനിച്ച നമ്മുടെ ഒരേ ഒരു സന്തതിയല്ലേ. രാജേട്ട് എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ പറഞ്ഞു മനസ്സിലാവാതെ ശ്രീദേവി നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഇതിലിപ്പോ മനസ്സിലാക്കാനൊന്നുമില്ല ദേവി. നാളെ നേരം പുലരുമ്പോ മനക്കിലെ ദേവതത്തിന്റെ വിവാഹം നടക്കാൻ പോവാ. അതും മനക്കിലെ പഴയ കാര്യസ്ഥനായ ദിവാകരന്റെ കൊച്ചുമകൾ തനുശ്രീ ചന്ദ്രശേഖരനുമായിട്ട്. അയാൾ പുച്ഛത്തോട് പറഞ്ഞു. ശ്രീദേവി ഞെട്ടിലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. രാജേട്ടൻ എന്തീ പറയുന്നത്? നമ്മുടെ ദത്തനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്? അയാൾ പറഞ്ഞ് വിശ്വസിക്കാനാവാതെ ശ്രീദേവി വീണ്ടും ചോദിച്ചു. നമുക്ക് ദത്തൻ എന്ന പേരിൽ ഒരു മകനല്ലേ ഉള്ളൂ. അയാൾ തിരികെ ചോദിച്ചു കേട്ട് അവരെന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. എന്താ രാജേട്ടാ ഇത്? അവന് എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? എനിക്കറിയില്ല ദേവി, എനിക്കൊന്നും അറിയില്ല. അവന്റെ മനസ്സ് നിറയെ പകയാ, ആരോടൊക്കെയുള്ള പക. ശ്രീദേവി ചോദിച്ചു കേട്ട് രാജശേഖരൻ ദയനീയമായി പറഞ്ഞുകൊണ്ട് അടുത്തിടുന്ന സെറ്റിയിലേക്ക് ഇരുന്നു. ശേഷം തറയിൽ ഇരു കൈകൾ കൊണ്ടും താങ്ങി പിടിച്ചു. മനസ്സിലെ ടെൻഷൻ അയാളുടെ മുഖത്ത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ ഇങ്ങനെ ടെൻഷനാവാതെ, എന്തായാലും അവൻ വരട്ടെ, നമുക്ക് ചോദിക്കാം. അയാളുടെ മുഖത്തെ ഭാവമാറ്റം കണ്ടതും അവരയാളുടെ അരിയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അപ്പോഴും അയാളെ ഏതൊക്കെയോ ഓർമ്മകളിൽ അസ്വസ്ഥനായിരുന്നു. ആ സമയത്താണ് ദത്തൻ അകത്തേക്ക് കയറി വന്ന്. ദത്ത, താങ്കളെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ നടന്നു പോകുന്ന ദത്തനെ ശ്രീദേവി പിന്നിൽ നിന്ന് വിളിച്ചു. അമ്മ, ഞാനൊന്ന് ഫ്രഷായി വരാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ആര് വിളിച്ചതിന്റെ കാരണം മനസ്സിലായതുകൊണ്ട് തന്നെ അവൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി തന്റെ റൂമിലേക്ക് പോയി. രാജേട്ടാ. അവൻ വരട്ടെ ദേവി, വന്നിട്ട് സംസാരിക്കാം. അവൻ പോകുന്നത് നോക്കി നിരാശയോടെ ദേവി രാജശേഖരനെ വിളിച്ചതും അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് സെറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. ദത്ത് റൂമിലേക്ക് കയറി ഉടനെ വാലറ്റും ഫോണും എടുത്ത് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ആ വാഷ്റൂമിലേക്ക് കയറി. ശേഷം ഷവർ തുറന്ന് അതിന്റെ മുന്നിലേക്ക് നിന്നു. ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ അവന്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. എന്തോന്ന് തന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ അവന്റെ മനസ്സിനെ ആകെ അരട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് തനുവിന്റെ മുഖം കടന്നു വന്നും അതുവരെ ഉണ്ടായിരുന്ന അസ്വസ്ഥ മാറി അവിടെ പക തെളിഞ്ഞു. ഇത്രയും നാൾ മനസ്സിൽ കൂട്ടിവെച്ചിരുന്ന പക തനുശ്രീ എന്ന പാവം പിടിച്ച പെണ്ണിനോട് തീർക്കാനുള്ള വെറി അവന്റെ ഉടലിനെ ആകെ കോരിത്തരിപ്പിച്ചു. അവനൊരു പുച്ഛച്ചിരിയോടെ ഷവർ ഓഫ് ചെയ്തു. ടേബിളിൽ വെച്ചിരുന്ന അവന്റെ ഫോൺ ബില്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൻ പെട്ടെന്ന് ടവലെടുത്ത് മുടി തുവർത്തിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഫോൺ എടുത്ത് നോക്കിയതും അതിൽ തെളിഞ്ഞാടുന്ന വിഷ്ണുവിന്റെ പേര് കണ്ട് അവനൊന്ന് സംശയിച്ചു. ഹലോ. ഫോൺ അറ്റൻഡ് ചെയ്ത് അവൻ ഹലോ പറഞ്ഞു. മറുവശത്തു നിന്നും വിഷ്ണു പറഞ്ഞ വാക്കിൽ കേട്ട് അവനൊന്ന് നെറ്റി വിളിച്ചു. ഞാനെല്ലാം വിശദമായിട്ട് പറയാം, നീ ഇങ്ങോട്ട് വാ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ തനു എന്ന പെണ്ണിനോട് തോന്നിയ ദേഷ്യം 10 മടങ്ങ് കൂടിക്കൊണ്ടിരുന്നു. വർദ്ധിച്ചു വന്ന ദേഷ്യത്തെ നിയന്ത്രിക്കാനാവാതെ അവൻ മുഷ്ടിയുരുട്ടി ചുമരിൽ ആഞ്ഞടിക്കുമ്പോൾ അവന്റെ മനസ്സിൽ തനുവിന്റെ മുഖമായിരുന്നു. ഫ്രഷായി ദത്തൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ രാജശേഖരനും ശ്രീദേവിയും ഉണ്ടായിരുന്നു. അവൻ അവരുടെ അരികിലേക്ക് വന്ന് ഒരു സെറ്റിലായിരുന്നു. ഇനി ചോദിച്ചോളൂ, എന്താ നിങ്ങൾക്ക് അറിയാനുള്ളത്? കാലുമേ കാൽ കയറ്റി വെച്ചിരുന്നുകൊണ്ട് അവൻ ചോദിച്ചു. രാജശേഖരനും ശ്രീദേവി എന്ന് പരസ്പരം നോക്കി. എന്താ ദത്ത നിന്റെ ഉദ്ദേശം? നീ ആ ദിവാകരേട്ടന്റെ ചെറുമകൾ യുവാൻ ചെയ്യാൻ പോകുന്നെന്ന് കേട്ടു, നേരാണോ? ശ്രീദേവി അവന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു. അവൻ അവരെ നോക്കി. അമ്മ അങ്ങനെയൊന്ന് കേട്ടുവെങ്കിൽ അത് ശരിയാണോ? ഞാൻ അവളെ യുവാൻ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ പറഞ്ഞിട്ട് രാജശേഖരൻ ചാടി എഴുന്നേറ്റു. ആരോട് ചോദിച്ചിട്ടാ നീങ്ങളൊരു തീരുമാനം എടുത്ത്? അതുപോലുള്ള ആളുകളുമായിട്ട്? രാജശേഖരൻ ദേഷ്യത്തോടെ അവന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു. എന്താച്ചാ, തനുശ്രീ നമ്മുടെ സ്റ്റാറ്റസിന് നേരാത്ത പെൺകുട്ടിയായതുകൊണ്ടാണോ അച്ഛന് താല്പര്യമില്ലാത്ത? അയാളുടെ ചോദ്യത്തിന് മറുപടി അവനൊരു പുഞ്ചിരിയോട് ചോദിച്ചു. രാജശേഖരന്റെ മുഖത്ത് പുച്ഛം തെളിഞ്ഞു. സ്റ്റാറ്റസ്? രാജശേഖരൻ ഒരിക്കലും പണത്തിന്റെയോ സ്റ്റാറ്റസിന്റെയോ പേരിൽ ആരെയും കമ്പയർ ചെയ്തിട്ടില്ല.
അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് പലതും നഷ്ടപ്പെടില്ലായിരുന്നു. അയാൾ ദേവിയെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. അവരുടെ കണ്ണുകൾ ഈറനായി. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടതിനൊക്കെ നമുക്ക് പകരം ചോദിക്കണ്ടേ അച്ഛാ? അവനെ അയാളുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അയാൾ അവനെ സംശയത്തോടെ നോക്കി. നമുക്കുണ്ടായ നഷ്ടത്തിന്, തീരാ ദുഃഖത്തിന്, എല്ലാത്തിനും കാരണക്കാരായവർ അങ്ങനെ അങ്ങ് സുഖിച്ചു വാഴാൻ അനുവദിക്കണോ? അവൻ ചോദിച്ചു കേട്ട് അവരൊന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. നീ എന്താ ദത്ത ഉദ്ദേശിക്കുന്നത്? അവരോട് എങ്ങനെ പകരം ചോദിക്കണമെന്ന് നീ പറയുന്നത്? നമ്മൾ അനുഭവിച്ച അതേ വേദന അവരും അറിയണം. നമ്മളോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവരും അനുഭവിക്കണം. രേവതി എന്ന ആ സ്ത്രീ കാരണം നമുക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ചേച്ചിയുടെ മകളായ തനുശ്രീയിലൂടെ നമുക്ക് നേടണം. അതിനുവേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ വിവാഹം. നീ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല മോനെ, നീ ഒന്ന് തെളിച്ചു പറ. അവൻ പറഞ്ഞു കേട്ട് ശ്രീദേവി സംശയത്തോടെ ചോദിച്ചു. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം, അമ്മ ഇപ്പൊ ഇവിടെ ഇരിക്കുക. അവൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലായിരുത്തി. ഒപ്പം രാജശേഖരനെയും പിടിച്ചിരുത്തി. ശേഷം അവന്റെ മനസ്സിലുള്ളതെല്ലാം അവൻ അവരോട് പറഞ്ഞു. ഭഗവാനെ, നീ എന്തൊക്കെയാ ദത്തായി പറയുന്നത്? രേവതി ചെയ്ത തെറ്റിന് ആ പെൺകുട്ടി ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് എന്ത് കാര്യം? എല്ലാം കേട്ട് കഴിഞ്ഞ ശ്രീദേവി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ തീരുമാനത്തെ അവരിലെ സ്ത്രീക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല അമ്മേ, പക്ഷെ അവൾ ആ കുടുംബത്തിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ അവളുടെ കുടുംബം നമ്മളോട് ചെയ്ത തെറ്റിന് അവളും അനുഭവിക്കണം. അത് പറയുമ്പോൾ അവന്റെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരിക്കുന്നുണ്ടായിരുന്നു. രാജേട്ടാ, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത്? ഇവനീ ചെയ്യുന്നതൊക്കെ ശരിയാണോ? രേവതിയുള്ള ദേഷ്യം ആ പാവം പെൺകുട്ടിയോട് തീർക്കാൻ പാടില്ല. ശ്രീദേവി രാജശേഖരനോടായി പറഞ്ഞു. അതുവരെ മിണ്ടായിരുന്ന രാജശേഖരൻ ദത്തനെ നോക്കി. ദത്ത, വേണ്ട അച്ഛാ. അയാൾ അവനെ വിളിച്ചു. അവൻ കൈയെടുത്ത് അയാളെ തടഞ്ഞു. അച്ഛൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ ഈ തീരുമാനത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല അച്ഛാ. അവർ നമുക്കുണ്ടാക്കിയ നഷ്ടത്തിന് എങ്ങനെയെങ്കിലും നമുക്ക് പകരം വീട്ടണം. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവൻ പറഞ്ഞു. അയാൾ അവൻ്റെ തോളിലും തട്ടി. പ്രതികാരം ചെയ്യാനാണെങ്കിൽ എനിക്കിതിന് മുന്നേ സാധിക്കായിരുന്നു ദത്ത, പക്ഷെ ഞാനതിന് മുതിരാത്ത് ദിവാകരൻ എന്ന ആ പാവം മനുഷ്യനോർത്ത് മാത്രമാ. അയാൾ പറഞ്ഞു. അവനൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. അച്ഛന് അവരോടൊക്കെ സിമ്പതി ഉണ്ടാവും, പക്ഷെ എനിക്കതില്ല. രേവതി എന്ന ആ സ്ത്രീയോട് ഞാൻ ഒരിക്കലും പൊറുക്കാൻ പോകുന്നില്ല. അവർ കരയണം. സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു വളർത്തി അവരുടെ സീമന്തപുത്രിയുടെ കണ്ണുനീര് കണ്ട് അവർ വാവിട്ട് കരയണം. എങ്കിൽ മാത്രമേ അവർ കാരണം ജീവിതം നഷ്ടപ്പെട്ടു പോയ പലരുടെയും കണ്ണുനീരിന് അർത്ഥം ഉണ്ടാവൂ. അതും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോഴാണ് വാതിൽക്കിലെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെ കാണുന്നത്. ദത്തൻ അവന്റെ അരികിലേക്ക് ചെന്നു. ഞാൻ ഇവരോട് പറഞ്ഞൊക്കെ നീയും കേട്ട് കാണല്ലോ. ഇനി നിനക്ക് വേണ്ടി ഞാനൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ദത്തൻ പറഞ്ഞിട്ട് വിഷ്ണു എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈയെടുത്ത് അടഞ്ഞു. നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. ഇവര് പറഞ്ഞതന്നെ ആയിരിക്കുമല്ലോ നിനക്കും പറയാനുള്ളത്. എടാ, അവളൊരു പാവാണെടാ. അവളുടെ വീട്ടുകാർ ചെയ്ത തെറ്റിന് അവളെന്ത് പിഴച്ചടാ? വിഷ്ണു ദയനീയമായി ചോദിച്ചു. ദത്തൻ പുച്ഛത്തോടെ ചിരിച്ചു. മക്കൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അച്ഛനമ്മമാർ പഴികൾക്കേണ്ടി വരാറില്ലേ? അതുപോലെ അച്ഛനമ്മമാർ ചെയ്യുന്ന തെറ്റിനും മക്കളും ശിക്ഷ അനുഭവിക്കണം. ഇവിടെ രേവതി എന്ന സ്ത്രീ തെറ്റ് ചെയ്തു. അതിനു പകരമായി അവർ പൊന്നുപോലെ വളർത്തുന്ന ആ മകൾ ശിക്ഷ അനുഭവിക്കട്ടെ. അവൻ പറഞ്ഞു കഴിഞ്ഞതും ഇനി അവനൊന്നും പറഞ്ഞ് തിരുത്താൻ കഴിയില്ലെന്ന മട്ടിൽ അവർ പരസ്പരം നോക്കി. ആ നിമിഷമാണ് ഗേറ്റ് കടന്ന് കാഷായ വസ്ത്രം ധരിച്ച സുന്ദരിയായ സ്ത്രീ അകത്തേക്ക് കയറി വന്ന്. അവരെ കണ്ടതും ദത്തന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അപ്പച്ചിയമ്മേ, അവൻ അവരുടെ അരികിലേക്ക് ചെന്ന് മുറുകെപ്പെടുന്നുകൊണ്ട് വിളിച്ചു. അവനവനെ ഒരു പുഞ്ചിരിയോടെ ചേർത്ത് പിടിച്ചു. അപ്പച്ചിയമ്മ എവിടെയായിരുന്നു ഇത്രയും നാള്? തീർത്ഥാണെന്ന് പറഞ്ഞു പോയതല്ലേ? അവരിൽ നിന്ന് അകത്ത് മാറിക്കൊണ്ട് ദത്തൻ ചോദിച്ചതും അവരൊന്ന് പുഞ്ചിരിച്ചു. രാജശേഖരന്റെ ഒരേ ഒരു സഹോദരി രാജേശ്വരിയായിരുന്നത്. പുള്ളിക്കാരി ഒരു അവിവാഹിതയാണ്. മുമ്പുണ്ടായിരുന്ന ഒരു പ്രണയ നൈരാശ്യത്താൽ ഇനി വിവാഹമേ വേണ്ട തീരുമാനിച്ച് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ തീർത്ഥാടനം എന്ന പേരിൽ അമ്പലങ്ങൾ തോറും ഭജനയൊക്കെയായി നടക്കുന്നു. കുറച്ച് ക്ഷേത്ര ദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോനെ. അല്ലെങ്കിൽ അപ്പച്ചിയമ്മ പണ്ട് മുതലേ ആത്മീയതയുടെ പാതയിലാണല്ലോ. അവർ പറഞ്ഞു കേട്ട് വിഷ്ണു ഒരു കളിയാക്കലോടെ പറഞ്ഞു. ഒന്ന് പോടാ അവിടുന്ന്. ഈശ്വര വിശ്വാസമുള്ളവരൊക്കെ ആത്മീയ ചിന്തയായിട്ട് നടക്കുന്നവരാണോ? അവരവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവനൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു. ഓ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ എൻ്റെ അപ്പച്ചിയമ്മേ. അവനവരുടെ താടിയിൽ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അവരൊരു പുഞ്ചിരിയോടെ ദത്തനോടൊപ്പം അവനെയും ചേർത്ത് പിടിച്ചു. അതൊക്കെ പോട്ടെ, എന്തായിരുന്നു ഇവിടെ ഒരു ഗൂഢാലോചന? ഞാൻ വരുമ്പോ ഇവിടെ എല്ലാവരും ചേർന്ന് കാര്യമായ സംസാരത്തിലായിരുന്നല്ലോ. അവർ പറഞ്ഞു കേട്ട് 4 പേരും കൂടെ പരസ്പരം നോക്കി. അതൊന്നുമില്ല അപ്പച്ചി, ഞാനൊരു കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. കല്യാണോ? നേരാണോ മോനെ? അപ്പച്ചിയെ പറ്റിക്കാൻ വേണ്ടി പറയുന്നല്ലോ. അല്ല അപ്പച്ചി, ശരിക്കും ഞാൻ കല്യാണം കഴിക്കാൻ പോവാ അല്ലേ അച്ഛാ? ആ രാജശേഖരൻ നോയി ചോദിച്ചു. അയാൾ ഒരു വിളറിയ ചിരി തിരികെ നൽകി. ആഹാ, എവിടുന്നാ പെൺകുട്ടി? എന്റെ മോന്റെ മനസ്സിൽ കീഴടക്കാൻ പറ്റിയ പെൺകുട്ടി ഏതാണെന്ന് അപ്പച്ചി ഒന്ന് അറിയട്ടെ. അവർ പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ചു. അതൊക്കെ പറയാം. അതിനുമുമ്പ് അപ്പച്ചി പോയിന്ന് ഫ്രഷായി ഈ വേഷമൊക്കെ ഒന്ന് മാറിവാ. തീർത്ഥാടനം കഴിഞ്ഞു വന്നല്ലേ? ശരിയാ, ആകെ മുഷിഞ്ഞിരിക്കുക. അപ്പച്ചി ഇപ്പൊ വരാവേ. അതും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി അവരകത്തേക്ക് നടന്നു. തൽക്കാലം അപ്പച്ചി ഈ വിവരങ്ങളൊന്നും അറിയണ്ട.
തനുശ്രീയെ ഞാൻ പ്രണയിച്ച് വിവാഹം ചെയ്യുന്നു മാത്രം പറഞ്ഞാൽ മതി. അപ്പച്ചി മാത്രമല്ല, പുറത്തുള്ളവർ അങ്ങനെ വേണം അറിയാം. എല്ലാവരോടുമായി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് നടന്നു. ശ്രീദേവി തലക്ക് കൈയും കൊടുത്ത് സെറ്റിയിലേക്ക് ഇരുന്നു പോയി. ഇവൻ ഇത് എന്ത് ഉദ്ദേശിച്ച രാജേട്ടാ? അവർ കൈകൾ മലർത്തിക്കൊണ്ട് ചോദിച്ചു. രാജശേഖരൻ എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി. വിഷ്ണുവിന്റെ മനസ്സിൽ മാത്രം തനുവിന്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ദുർഘടങ്ങൾ ഓർത്തുള്ള ചിന്തയായിരുന്നു. മോളെ തനു, നീ എന്താ ഈ നിലത്തിരിക്കുന്നേ? ദത്തൻ പോയപ്പോൾ മുതൽ നിലത്തോരെ ഇരിപ്പിരുന്ന തനുവിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് രേവതി ചോദിച്ചു. അവൾ മുഖമുയർത്തി അവരെ നോക്കി. അവരെ കണ്ടതും അവൾ അത്രയും നേരം അടക്കി വെച്ചിരുന്ന സങ്കടങ്ങളൊക്കെ അണപൊട്ടി ഒഴുകി. അവൾ രേവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. എന്താ എന്താ മോളെ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അവളുടെ കരച്ചിൽ കണ്ടതും അവർ അന്താളിപ്പോടെ ചോദിച്ചു. അവരുടെ മനസ്സിൽ തൻവിക്ക് എന്തെങ്കിലും ആപത്തി സംഭവിച്ചോ എന്നായിരുന്നു. തനു, നീ കാര്യം പറയുന്നുണ്ടോ? കുഞ്ഞുവിനെന്തെങ്കിലും? ആരവളെ പിടിച്ചായിട്ട് നിർത്തിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്നാണ് അവൾ സ്വഭാവത്തിലേക്ക് വന്നു. ദത്തൻ പറഞ്ഞ കാര്യങ്ങൾ ചിറ്റ അറിഞ്ഞാൽ ചിറ്റ ഒരിക്കലും അതിന് അനുവദിക്കില്ല, അവൾ മനസ്സിൽ ചിന്തിച്ചു. ശേഷം മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് രേവതിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഒന്നുമില്ല ചിറ്റേ, ഞാൻ ഓരോന്ന് ആലോചിച്ചിരുന്ന. കുഞ്ഞിന്റെ കാര്യം ആലോചിച്ചപ്പോ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പറഞ്ഞുകൊണ്ട് അവർ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇനി അതോർത്ത് എന്തിനാ മോളെ വിഷമിക്കുന്നത്? ഓപ്പറേഷൻ നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞില്ലേ? ഇനി നമ്മുടെ കുഞ്ഞുവിനൊരു ആപത്തും സംഭവിക്കില്ല. അവർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. താൻ അവരെ നോക്കിയൊരു വാടിയ പുഞ്ചിരി നൽകി. മോള് വാ, 2-3 ദിവസമായിട്ട് എന്റെ കുഞ്ഞ് നേരാവണ്ണം ഭക്ഷണം പോലും കഴിക്കുന്നില്ലല്ലോ. വാ, വന്ന് വല്ലതും കഴിക്ക്. ആരവളുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോ ഒന്നും വേണ്ട ചിറ്റേ, വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. ആളവിടെ കിടന്ന ചെയറിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഇങ്ങോട്ട് വന്ന് വല്ലതും കഴിച്ചിട്ട് മതി ഇനി ഇവിടെയുള്ള ഇരിപ്പ്. അതും പറഞ്ഞുകൊണ്ട് അവരവളെയും കൂടി ക്യാൻറ്റീനിലേക്ക് നടന്നു. അവരോടൊപ്പം പോകുമ്പോഴും തനുവിന്റെ മനസ്സ് നിറയെ നാളെ ദത്തന്റെ താലിക്കായി കഴുത്ത് നീട്ടിക്കൊടുക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. എന്താ മോനെ കണ്ണ, ഒരു കള്ളത്തരി മുഖത്ത് കിടന്ന് തത്തി കളിക്കുന്നുണ്ടല്ലോ. തന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന നോയിക്കൊണ്ട് ഒരു ചിരിയോടെ രാജേശ്വരി പറഞ്ഞു. അവനവരുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി. ഒന്ന് പോവാപ്പച്ചിയമ്മ, എനിക്കൊരു കള്ളത്തരവുമില്ല, അവൻ പറഞ്ഞു. അവനവന്റെ മുടികളിൽ കൂടി വിരൽ കിടത്തി തലോടി. പറയീ കണ്ണ, ആരാ എന്റെ കണ്ണന്റെ മനസ്സ് കവർന്ന ആ സുന്ദരിക്കുട്ടി? അവർ വീണ്ടും ചോദിച്ചു. അതുവരെ പ്രകാശിക്കുന്ന അവന്റെ മുഖം ഇരുണ്ടു. തനുവിന്റെ മുഖം മനസ്സിലേക്ക് വന്നു. അവിടെ പകതെളിഞ്ഞു. പ്രണയമാണ് അപ്പച്ചി, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും പ്രണയം. മനസ്സ് നിറയെ വെറുപ്പ് നിറച്ചുകൊണ്ട് വാക്കുകളിൽ മധുരം കലർത്തി പല്ലിയരിച്ചുകൊണ്ടാവും പരിഹാസങ്ങൾ എന്ന സ്വരത്തിൽ തനുവിനെ കുറിച്ച് രാജേശ്വരിയോട് പറഞ്ഞു. ആഹാ, അതാരാ എന്റെ കണ്ണിന്റെ മനസ്സറിയ പ്രണയം തോന്നിയ ആ പെൺകുട്ടി? അവർ വീണ്ടും ചോദിച്ചു. അവൻ കണ്ണുകൾ മുറുക്കിയൊന്ന് അടച്ചു തുറന്നു. അത് അവളാണ് അപ്പച്ചമ്മേ, തനുശ്രീ. മനക്കിലെ പഴയ കാര്യസ്ഥൻ ദിവാകരന്റെ ചെറുമകൾ തനുശ്രീ ചന്ദ്രശേഖരൻ. അവൻ പറഞ്ഞു കഴിഞ്ഞതും അതുവരെ അവന്റെ മുടികളിലൂടെ തലോടി കടന്നുപോയ അവരുടെ കൈവിരലുകൾ പെട്ടെന്ന് നിശ്ചലമായി. ആ ഒരു സംശയത്തോടെ അവനെ നോക്കി. കണ്ണാ, ആ ഒരു നിർജീവമായ സ്വരത്തിൽ അവനെ വിളിച്ചു. അവൻ അവരുടെ മടിയിൽ എഴുന്നേറ്റിരുന്നു. എനിക്ക് അവളെ വേണം അപ്പച്ചി, മറ്റൊന്നും ഇപ്പൊ എന്നോട് ചോദിക്കരുത്. അവർ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവനോട് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവൻ പോകുന്ന നോക്കിയിരുന്ന അവരുടെ മനസ്സിലേക്ക് ഏതൊക്കെയോ ഓർമ്മകൾ കടന്നു വന്നു. ആ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുനീര് ഒഴുകിയിറങ്ങി. കയ്യിലിരുന്ന ഫോണിന്റെ സ്ക്രീനിൽ ദത്തന്റെ പേര് കണ്ടതും തനൊരു നിമിഷം അടിമുടി വിറച്ചുപോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും ICUവിന്റെ മുമ്പിൽ വന്നിരുന്നതായിരുന്നു തനു. അപ്പോഴാണ് അവളുടെ ഫോണിൽ ദത്തന്റെ കോള് വരുന്നത്. അവൾ അടുത്തിരിക്കുന്ന രേവതിയെ ഒന്ന് നോക്കി. അവൾ കണ്ണുകളടച്ചിരിക്കുകയായിരുന്നു. ഫോൺ എടുത്തിട്ട് ഇപ്പൊ എന്താ പറയുക? അവൾ ടെൻഷനോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അവന്റെ കോള് കെട്ടായിരുന്നു. അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയതും അവിടെ നിൽക്കുന്ന ദത്തനെ കണ്ട് അവൾ ഒരു നിമിഷം പകച്ചുപോയി. അവൾ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. എന്താ മോളെ? അവൾ എഴുന്നേൽക്കുന്ന കണ്ട് രേവതി അവളോടായി ചോദിച്ചു. പെട്ടെന്ന് മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ അവരുടെ നേരെ തിരിഞ്ഞു. ഒന്നുമില്ല ചിറ്റേ, ഞാനൊന്ന് വാഷ്റൂമിൽ പോവാൻ. അവൾ മുഖത്തെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഓ, എങ്കിൽ മോള് പോയിട്ടോ, ചിറ്റ ഇവിടെ ഇരിക്കാം. അവർ പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. രേവതി കാണുന്നുണ്ടോ എന്ന് തിരിഞ്ഞു പോയിക്കൊണ്ട് തന്നെ അവൾ ദത്തന്റെ അരികിലേക്ക് ചെന്നു. അവന്റെ അരികിലെത്തിയതും അവൻ വേഗം അവിടെ കയ്യും പിടിച്ചുകൊണ്ട് ഒരൊഴിഞ്ഞ മുറിയിലേക്ക് കയറി. സർ, എന്തേ കാണിക്കുന്നത്? വാതിൽ ലോക്കി തന്റെ അരികിലേക്ക് നടന്നു വരുന്നതിനെ കണ്ടതും അവൾ പേടിയോടെ പിന്നിലേക്ക് നീങ്ങി. ഫോൺ വിളിച്ചാൽ എടുക്കാൻ നിനക്കെന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ വേദന കൊണ്ടൊന്ന് പുളഞ്ഞുപോയി. അത് ഞാൻ ചിറ്റ അടുത്തുള്ളതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റാത്ത. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ ഒരു ചിറ്റ. അതും പറഞ്ഞ് അവൻ അവിടെ കവിളിലൊന്ന് അമർത്തിക്കൊണ്ട് അവന്റെ കൈ വലിച്ചെടുത്തു. അവൾ വേദനകാരൻ കണ്ണുകൾ മുറുക്കി അടച്ചു. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കിയെന്ന് ശേഷം മുഖം തിരിച്ചു. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നാളെ തന്നെ താലിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യാലോ അല്ലേ? അവൻ പറഞ്ഞു കേട്ടതും അവൾ ഞെട്ടിലോടെ മുഖമുയർത്തി അവനെ നോക്കി. സർ, എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ ഒരു വിവാഹത്തിന് തയ്യാറാവുന്നു? മാത്രമല്ല എന്റെ ചിറ്റ ഇതറിഞ്ഞ് ഒരിക്കലും സമ്മതിക്കില്ല. അവൾ ദയനീയ ശബ്ദത്തിൽ പറഞ്ഞു. അവനൊന്ന് പുച്ഛിച്ചിരിച്ചു. അതിന് അവരുടെ സമ്മതം ആർക്ക് വേണടി?
എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് എനിക്ക് സമ്മതപത്രം ഒപ്പിട്ടെന്നെല്ലാം നീയാണ്. അപ്പൊ ഞാൻ പറയുന്ന അനുസരിക്കേണ്ട ബാധ്യത നിനക്കാ. അവൻ മാറി കൈയും കെട്ടിയെന്നുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു. നിസ്സായതയോടെ അവനെ നോക്കി. അറിയാം സർ, പറഞ്ഞൊക്കെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. പക്ഷെ എനിക്ക് കുറച്ച് സമയം തരണം. എൻ്റെ അനിയത്തി, അവളുടെ സർജറി കഴിഞ്ഞേ ഉള്ളൂ. അവളൊന്നും ഡിസ്ചാർജ് ആകുന്നവരെങ്കിലും പ്ലീസ് സർ. ആൾ തൊഴുകയുടെ മുന്നിൽ നിന്നും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. നാശം, മാരണത്തെ എടുത്ത് താനയിലും വെച്ചുപോയി. അവൻ മുഷ്ടിയുട്ടി പിടിച്ചുകൊണ്ട് പിറിവിറുക്കുന്ന ആൾ വ്യക്തമായി കേട്ടു. നീ! അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു. അവൾ പേടിയോടെ അവനെ നോക്കി. മാക്സിമം ഒരാഴ്ച, അതിനുള്ളിൽ ആരെന്താന്ന് വെച്ചാൽ പറഞ്ഞു മനസ്സിലാക്കി എന്റെ കൂടെ വന്നേക്കണം. ഇല്ലെങ്കിൽ എന്നെ താനിക്കോണം പൊന്നുമോളം അറിയും. അവൻ പറഞ്ഞിട്ട് അവൾ പേടിയോടെ തലയാട്ടി. ആളെ ഒന്നുകൂടി രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ തിരിഞ്ഞടന്നു. അവൻ പോയതും അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ ചുമരിലേക്ക് ചാരി നിന്നു. ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു ഞായറാഴ്ച, കസവിന്റെ സെറ്റുമുണ്ടും അതിന് ചേർന്ന മെറൂൺ കളർ ബ്രോക്കേഡ് ബ്ലൗസും ധരിച്ച് വിവാഹവേശത്തിൽ സ്ത്രീകോവിന് മുമ്പിൽ നിൽക്കുമ്പോൾ തനുവിന്റെ മുഖത്ത് നിർവികാരത തെളിഞ്ഞു നിന്നു. മുന്നിൽ കാണുന്ന ദേവിയുടെ തിരുരൂപത്തെ കൈയെടുത്ത് തൊഴാൻ പോലും അശക്തിയായിരുന്നു അവൾ. താലി കെട്ടിക്കോളൂ. പൂജാരിയുടെ വാക്കുകൾ കേട്ടതും ഏതോ ലോകത്തിലെന്ന പോലെ നിന്നവൾ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. താരത്തിൽ വെച്ചിരുന്ന മഞ്ഞച്ചരടിൽ കോർത്ത ആരിലെ താലിലേക്ക് കണ്ണുകൾ നീണ്ടതും അവൾ ദയനീയമായി ദത്തന്റെ മുഖത്തേക്കും നോക്കി. അവനവളെ രൂക്ഷമായി നോക്കിയ ശേഷം താളത്തിൽ വെച്ചിരുന്ന താലി കയ്യിലേക്ക് എടുത്തു. മംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ കണ്ടേ ബന്ധാമി സുഭഗേത്വം ജീവ ശാശ്വതം ശതം. പൂജാരിയുടെ നാവിൽ നിന്ന് വിവാഹമന്ത്രം ഉരുക്കഴിച്ചതും കയ്യിലിരുന്ന ആലിലെ താലി അവൻ അവിടെ കഴുത്തിലേക്ക് കെട്ടി. തനുവിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി. അതിൽ നിന്ന് 2 തുള്ളി ദത്തന്റെ കൈകളിൽ പതിച്ചു. അവൻ മുഖം ചരിച്ചു നോക്കിയതും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ നിർവികാരതയോടെ നിൽക്കുന്നവളെ കണ്ട് അവന്റെ മുഖത്ത് പുച്ഛം തെളിഞ്ഞു. ചുണ്ടുകൾ കോട്ടിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് അവനവളുടെ അരികിൽ നിന്ന് അകന്നു മാറി. ഇനി പരസ്പര ഹാരണിഞ്ഞോളൂ. പൂജാരി മറ്റൊരു താരത്തിൽ നിന്ന് 2 തുളസിമാലകൾ അവരുടെ കൈകളിലേക്ക് എടുത്തു കൊടുത്തു. ദത്തൻ ആദ്യം അവളുടെ കഴുത്തിലേക്ക് തുളസിമാല അണിഞ്ഞു. തിരികെ അവന്റെ കഴുത്തിലേക്ക് ഹാരമണിയിക്കാതെ അറച്ചു നിൽക്കുന്നവളെ അവനൊന്ന് കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് നോക്കി. ശേഷം പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ തന്റെ കഴുത്തിലേക്ക് ഹാരമണിയിച്ചു. അതിനുശേഷം ദേവിയുടെ മുന്നിൽ പൂജിച്ച സിന്ദൂരത്തിൽ നിന്നൊരൽപ്പം എടുത്ത് അവൻ അവളുടെ നെറുകയിൽ ചാർത്തി. അപ്പോഴേക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സോ വെൽക്കം ടു മൈ ലൈഫ് മിസ്സിസ് തനുശ്രീ ദേവദത്തൻ. നിർവികാരതയോടെ നിൽക്കുന്നവരുടെ ചെവിയോരം ചേർന്ന് നിന്നുകൊണ്ട് അവൻ കൗശലത്തോടെ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവന്റെ കണ്ണിൽ തെളിഞ്ഞു നിൽക്കുന്ന ക്രൂരത മനസ്സിലായെങ്കിലും ആ നിമിഷം അവൾ നിസ്സഹായായിരുന്നു. ഇനി വധുവിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ശ്രീകോവിലിന് 3 വലം വെച്ചോളൂ. തിരുമേനി പറഞ്ഞു. അവനോട് വലം കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നെ അധികം മെലോഡ്രാമയൊന്നും വേണ്ട, കാണാൻ ആളുകൾ കുറവാ. നടക്കുന്നതിനിടയിൽ അവൻ പുച്ഛത്തോടെ പറയുന്ന കേട്ടെങ്കിലും അവൾ മറുപടിയൊന്നും പറയാതെ അവന്റെ പിന്നാലെ നടന്നതേയുള്ളൂ. 3 തവണ വലം വെച്ച് അവർ വീണ്ടും ക്ഷേത്രത്തിന് മുമ്പിലെത്തിയതും ദേവി ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. ആ നിമിഷം അവരുടെ അരികിലേക്ക് പുറത്തു നിൽക്കായിരുന്ന വിഷ്ണു വന്നു നിന്നു. ഇനി എന്താ പ്ലാന്? നേരെ റെസ്റ്റ് ഓഫീസിലേക്കാണോ? വിഷ്ണു ചോദിച്ചിട്ട് അവനെ നെറ്റി വിളിഞ്ഞു. എന്തിന്? വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഞാനിവളെ ജീവിതകാലം മുഴുവൻ കൂടെ പൊറപ്പിക്കാൻ പോവുകയല്ല. അവൻ പുച്ഛത്തോടെ പറഞ്ഞിട്ട് തനുവിന്റെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ കരച്ചിലടക്കി നിൽക്കുന്ന കണ്ടതും വിഷ്ണുവിന് വല്ലാത്ത വേദന തോന്നി. അവനാകെ വല്ലാതെയായി. അവൻ ദത്തനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതും അവൻ അതിനെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവൻ അങ്ങനെ ഒരു ടൈപ്പാ, താനെ കേട്ട് വിഷമിക്കണ്ട. വിഷ്ണു പറഞ്ഞു കേട്ട് താൻ നിർജ്ജീവമായൊരു പുഞ്ചിരി മറുപടിയായി നൽകി. വാ. അവൻ അവളെയും കൂട്ടി ദത്തൻ പോയ വഴിയെ നടന്നു. കുന്നിൻ മുകളിലെ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഒരുപാട് പടികൾ ഇറങ്ങിയാണ് അവർ താഴെ പാർക്ക് ചെയ്തിരുന്ന കാറിനരികിലേക്ക് എത്തിയത്. നിങ്ങളിനി എങ്ങോട്ടാ? വിഷ്ണു ചോദിച്ചു കേട്ട് തനുവിന്റെ മുഖത്തേക്ക് നോക്കി. ആദ്യം ഇവളുടെ ചിറ്റിയൊന്ന് കാണണം, അതിനുശേഷം മനക്കിലേക്ക്. അവൻ പറഞ്ഞിട്ട് തനു ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. കാരണം ഇന്ന് വിവാഹമാണെന്ന കാര്യം അവൾ രേവതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പറയാനൊരു അവസരം ലഭിച്ചില്ലെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഈ വേഷത്തിൽ രേവതിയുടെ മുമ്പിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അവൾക്കൊരു ഊഹം ഉണ്ടായിരുന്നില്ല. സർ. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാൻ തുടങ്ങുന്ന ദത്തനെ അവൾ പിന്നിൽ നിന്ന് വിളിച്ചു. അവൾ വിളിച്ചു കേട്ട് അവൻ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. അത് ചിറ്റയെ കാണാൻ ഇപ്പൊ തന്നെ പോകണോ? ആൾ വിറയലോടെ ചോദിക്കുന്ന കേട്ട് അവൻ മാറിൽ ഇരുകൈകളും കെട്ടി നിന്നുകൊണ്ട് അവളെ നോക്കി. അത് ഇന്ന് വിവാഹമെന്ന കാര്യം ചിറ്റയ്ക്ക് അറിയില്ല, പറയാനുള്ള സാഹചര്യം കിട്ടിയില്ലായിരുന്നു. ആൾ ദയനീയമായ ശബ്ദത്തിൽ പറയുന്ന കേട്ട് അവനൊന്ന് പുച്ഛിച്ചു. അതിന് ഞാൻ ഉത്തരവാദിയല്ല. നിന്റെ ബന്ധുക്കളെ ഇവരറിയിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാലും നമ്മൾ ഇന്ന് ആദ്യം നിന്റെ വീട്ടിൽ കയറിയിട്ടേ മനക്കിലേക്ക് പോകുന്നുള്ളൂ. അവൻ പറഞ്ഞു കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സർ പ്ലീസ്. ആൾ വീണ്ടും ദയനീയ ശബ്ദത്തിൽ അവനെ വിളിച്ചതും അവനവളെ പാടെ അവഗണിച്ചുകൊണ്ട് കാറിലേക്ക് കയറി. മോൾ ചില്ല്. എന്തായാലും ഇന്ന് തന്നെ മോളുടെ ചിറ്റതൊക്കെ അറിയും. പിന്നെ ഇപ്പൊ തന്നെ അറിയുന്നില്ല നല്ലത്. ഒരുപക്ഷെ മറ്റാരെങ്കിലും പറഞ്ഞ് അറിയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് മനസ്സിലാക്കുന്നതായിരിക്കും. അവൻ പറഞ്ഞു. ആളൊന്നും മിണ്ടാതെ അല്പസമയം നിന്നു. ശേഷം അവനെ നോക്കി ഒരു വിളറിയ ചിരി സമ്മാനിച്ചുകൊണ്ട് കാറിന്റെ അകത്തേക്ക് കയറിയിരുന്നു.
അവൾ കയറിയതും ദത്തൻ അവളെയും വിഷ്ണുവിനെയും നോക്കിക്കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ കാർ മുന്നോട്ട് പോകുമ്പോൾ അവരെയും നോക്കിയിരുന്ന വിഷ്ണുവിന്റെ ഹൃദയത്തിന് കഠിനമായ വേദന തോന്നി. കാരണം ഇനി വരാനിരിക്കുന്ന തനുവിന്റെ ദിനങ്ങൾ അതിക്രൂര നിറഞ്ഞായിരിക്കുമെന്ന് അവനറിയാമായിരുന്നു. ഗേറ്റ് അടന്നു വരുന്ന വാഹനത്തിന്റെ ശബ്ദം കേട്ടതും തൻവിക്ക് കഞ്ഞിയൂരിടുക്കിയായിരുന്ന രേവതി സംശയത്തോടെ നെറ്റി വിളിച്ചു. ആരോ വന്നിട്ടുണ്ടല്ലോ ചിറ്റേ, ചിലപ്പോ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞറിഞ്ഞ ആരെയും കാണാമെന്നതാവും. തൻവി ഒരു പുഞ്ചിരിയോടെ പറയുന്ന കേട്ടതും രേവതി ഒന്ന് പുച്ഛിച്ചിരിച്ചു. നമ്മളെയൊക്കെ കാണാൻ ആര് വരാനാ മോളെ? പുച്ഛത്തോടെയുള്ള അവരുടെ വാക്കുകൾ കേട്ടതും തൻവിയുടെ മുഖം വാടി. ശരിയാണ്, അന്വേഷിച്ച് വരാൻ പോലും ആരുമില്ല. പണ്ട് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ബന്ധുക്കളും നാട്ടുകാരൊക്കെ വരുമായിരുന്നു. ഇപ്പൊ പിന്നെ ആരും വരവില്ല. ചിലപ്പോൾ ആൺതുണയില്ലാതെ 2 പെൺകുട്ടികളെയും കൊണ്ട് ഒരു സ്ത്രീ കഴിയുന്ന വീടായതുകൊണ്ടായിരിക്കും. അവളൊരു നെടുവീർപ്പോടെ ഓർത്തു. കുഞ്ഞ് മോളി കഞ്ഞി ബാക്കി കൂടി കോരിക്കുടിക്കും, ചീറ്റ പോയി ആരാ വന്നേന്ന് നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവർ ആ പാത്രം തൻവിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവർ പോകുന്നത് നോക്കിയിരുന്ന തൻവി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ബാക്കി കഞ്ഞി കോരി കുടിക്കാൻ തുടങ്ങി. കാറിനകത്ത് AC യിലിരിക്കുമ്പോഴും തനുവിന്റെ നെറ്റിയിലൂടെ വിയർപ്പ് ചാലുകൾ ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. അവളുടെ ഹൃദയം 10 മടങ്ങ് വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഏത് നിമിഷവും ചിറ്റ പുറത്തേക്ക് ഇറങ്ങി വരാം. തന്നെ ഈ വേഷത്തിൽ കണ്ടാൽ ആൾക്ക് എന്ത് ചെയ്യണമെന്നൊരു എത്തുംപിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ നിമിഷമാണ് മുന്നിലത്തെ ഡോർ തുറന്നുകൊണ്ട് രേവതി പുറത്തേക്ക് ഇറങ്ങി വന്ന് തനു പേടിയോടെ ഗിയറിന്റെ മുകളിൽ വെച്ചിരുന്ന ദത്തന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ശേഷം അവന് ദയനീയമായി നോക്കിയതും അവൻ അവളെ നോക്കി പൂച്ഛിച്ചുകൊണ്ട് തന്റെ കൈയുടെ മേലെ വെച്ചിരുന്ന അവളുടെ കൈ എടുത്തു മാറ്റി. ശേഷം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ദത്തനിറങ്ങിയതും എന്ത് ചെയ്യണമെന്നറിയാതെ തനു ഒരു നിമിഷം അങ്ങനെ തന്നെ ഇരുന്നു പോയി. അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയ ദത്തനെ കണ്ട് ഉമ്മറവാതിൽ കടന്ന് രേവതി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. പെട്ടെന്ന് ദത്തന് മുന്നിൽ കണ്ടതും രേവതിക്ക് ആകെ ഒരു അന്താളിപ്പായിരുന്നു. തൻവിയുടെ ഓപ്പറേഷന് പണം തന്ന അവനാണെന്നറിയാം. എങ്കിലും അവന്റെ ഇങ്ങനൊരു വരെ അവർ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി പണം തന്നതിന് പകരമായി അവൻ മറ്റെന്തെങ്കിലും ആവശ്യപ്പെടാനായി വന്നതാണോ എന്ന് അവർ ചിന്തിച്ചു. ഇതേ സമയം തന്നെ തൊട്ടുമുമ്പിൽ വന്നിരിക്കുന്ന രേവതിയെ കണ്ടതും ദത്തന്റെ കണ്ണുകളിൽ പക ആളിക്കത്തി. ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് പലരുടെയും തകർന്ന മുഖങ്ങൾ കടന്നുപോയി. ഒടുവിൽ നിറഞ്ഞ കണ്ണുകളോടെയും തകർന്ന മനസ്സോടെയും മനക്കൽ തറവാടിന്റെ പടിയിറങ്ങി പോകുന്ന ഒരുവന്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നതും അവന്റെ കണ്ണുകൾ ചുവന്നു. ദേഷ്യം കൊണ്ട് അവന്റെ മുഖം വലിഞ്ഞു മുറുകി. എല്ലാത്തിനും കാരണം ഈ നിൽക്കുന്ന സ്ത്രീയാ. ഇവരൊറ്റൊരുത്തി കാരണ പലരുടെയും ജീവിതം ഇന്ന് തകർന്നു നിൽക്കുന്നു. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവരെ കൊല്ലാനുള്ള വെറിയോടെ അവരെ നോക്കി നിന്നു. പെട്ടെന്ന് എന്തോർത്ത പോലെ അവൻ ഇരുമുഷ്ടികളും ചുരുട്ടി പിടിച്ചുകൊണ്ട് തന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ശേഷം ഒരു പുച്ഛച്ചിരിയോടെ കാറിനകത്തേക്കൊന്ന് പാളി നോക്കി. ഫ്രണ്ട് സീറ്റിൽ കണ്ണുകൾ അടച്ച് തലവനിച്ചിരിക്കുന്ന തനുവിനെ കണ്ടതും അവന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി. അപ്പോൾ അവന്റെ മുഖത്ത് ഇരയെ വേട്ടയാടി പിടിച്ച വേട്ടക്കാരന്റെ കൗശലം തെളിഞ്ഞു നിന്നു. ദേവദത്തൻ സാറെന്താ ഇവിടെ? രേവതി അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. അവൻ അവരെയും നോക്കി. മനക്കൽ തറവാട്ടിലുള്ളവരോട് രേവതിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ചോദ്യം ചോദിക്കുമ്പോൾ അവളുടെ മുഖം മുറുകിയാണ് ഇരുന്നത്. അത് അവന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്തു. കൂടാതെ തന്നോടുള്ള ഇഷ്ടക്കേട് അവരുടെ മുഖത്ത് തന്നെ അവന് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അവൻ അവരെ നോക്കിയൊന്ന് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിന് അരികിലേക്ക് നടന്നു. ശേഷം പതിയെ ഡോർ തുറന്നു. കണ്ണുകൾ അടച്ചിരുന്ന തനുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറക്കി തന്നോട് ചേർത്ത് നിർത്തി. ഒരു നിമിഷം മുന്നിൽ കണ്ട കാഴ്ചയിൽ രേവതി തറഞ്ഞു പോയി. കയ്യിൽ പൂമാലയും പിടിച്ചുകൊണ്ട് കല്യാണ വേഷത്തിൽ ദേവദത്തനോട് ചേർന്ന് നിൽക്കുന്ന തനുശ്രീ. മോളെ തനു, എന്താ ഇത്? നീ എന്താ ഈ വേഷത്തില് ഇങ്ങനെ? അവർക്ക് എന്ത് ചോദിക്കണമെന്നറിയാൻ നിന്നുപോയി. ചിറ്റേ, ഞാൻ അത് എന്ത് ചോദ്യമാണ് ആന്റി ചോദിക്കുന്നത്? വധുവിന്റെ വേഷമാണ് എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ആന്റിക്ക് ഊഹിച്ചൂടെ ഇവിടെ എന്താ നടന്നെന്ന്? ദത്തനൊരു പരിഹാസിരിയോടെ രേവതിനെ കൊണ്ട് പറഞ്ഞതും അവരൊരു ഞെട്ടിലോടെ അവരിരുവരെയും മാറി മാറി നോക്കി. മോളെ തനു, ആറ് വിറയിലോടെ അവളെ വിളിച്ചതും അവളാരും മുഖമുയർത്തി നോക്കാനാവാതെ തലകുനിച്ച് നിന്നതേയുള്ളൂ. എന്താ തനു ഇവൻ പറഞ്ഞതിന്റെ അർത്ഥം? ഇവനായിട്ട് നിന്റെ വിവാഹം കഴിഞ്ഞോ? അവർ ദേഷ്യത്തോടെ ചോദിച്ചോ ദയനീയമായി ഒന്ന് നോക്കി. ഞാൻ ചോദിച്ചതിന് മറുപടി പറ തനു. അവരവിടെ ഇരുതോളിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. തനുവിന്റെ കണ്ണിൽ കണ്ണുനീർ ഒഴുകിയിറങ്ങിയിരുന്നു. ചിറ്റേ, എനിക്ക് അവളെന്തോ പറയാൻ തുടങ്ങിയതും ദത്തൻ അവിടെ അരികിലേക്ക് വന്ന് തനുവിനെ അവിടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റി അവനോട് ചേർത്ത് നിർത്തി. ഇനി ഇതിൽ കൂടുതൽ ഇവളെന്ത് പറയാനാ? നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ ദേ ഇങ്ങോട്ട് നോക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ സാരിക്കുള്ളിൽ മറിഞ്ഞു കിടന്ന അവൻ കെട്ടിയ താലിയെടുത്ത് പുറത്തേക്ക് ഇട്ട് കൊടുത്തു. ഒരു നിമിഷം അതിലെ ദേവദത്തൻ എന്ന പേര് കണ്ടതും രേവതി വിശ്വസിക്കാനാവാതെ തനുവിന്റെ മുഖത്തേക്ക് നോക്കി. തനു, എന്താ ഇത്? നിന്റെ വിവാഹം കഴിഞ്ഞോ? നീ ഇവന് മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുത്ത തനു? ദേഷ്യവും വിഷമവും കാരണം അവരെന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു. ചിറ്റേ, ഞാൻ അവളെന്തോ പറയാൻ തുടങ്ങിയതും അവർ കൈയെടുത്ത് അവളെ തടഞ്ഞു. എനിക്ക് വിശദീകരണം കേൾക്കേണ്ട തനു, സത്യം മാത്രം അറിഞ്ഞാൽ മതി. അത് നിന്റെ നാവിന്ന് തന്നെ. അവർ ദേഷ്യത്തോടെ പറഞ്ഞു. അവളുടെ മുഖം കുനിഞ്ഞു. ഇവൻ കെട്ടിയ താലിയാണോ തനു നിന്റെ കഴുത്തി കിടക്കുന്നത്? കണ്ട കാഴ്ച സത്യമാണെന്ന് 100% ഉറപ്പുണ്ടെങ്കിലും അവളുടെ നാവിൽ നിന്ന് തന്നെ അറിയാനായി അവർ ഒന്നുകൂടെ ചോദിച്ചു.
അതിന് മറുപടിയായി അവളൊന്ന് മൂളിയതും ആ നിമിഷം തന്നെ അവിടെ വലങ്കൈ അവിടെ ഇടങ്കവളിൽ ആഞ്ഞു പതിച്ചു. പെട്ടെന്നുള്ള അവിടെ പ്രവൃത്തിയിലൊരു നിമിഷം ദത്തൻ പോലൊന്ന് പകച്ചുപോയി. അവൻ തനുവിന്റെ മുഖത്തേക്ക് നോക്കിയതും അടികൊണ്ട കവളിൽ കൈയമർത്തി കണ്ണുകൾ മുറുക്കി അടച്ചു നിൽക്കുന്നവളെ കണ്ട് അവന്റെ കണ്ണുകളൊന്ന് കൂർത്തു. എന്തിനാ തരു, എന്തിനാ നീ കടുങ്കൈ ചെയ്ത്? അവിടെ ഇരുതോളിലും പിടിച്ചുകൊണ്ട് അവർ ദേഷ്യത്തോടെ ചോദിച്ചു. മറുപടി പറയാനാവാതെ അവർ തലകുനിച്ച് നിന്നു. പറയൂ തനു. ഏയ്! അവര് വീണ്ടും അവളെ തല്ലാനായി കൈയുയർത്തിയതും ദത്തൻ അവർക്കിടയിലേക്ക് കയറി നിന്നു. ആദ്യം നിങ്ങൾ ഇവിടെ തല്ലിയത് നിങ്ങളുടെ അവകാശമായി കണ്ട് ഞാൻ ക്ഷമിച്ചു. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ എന്റെ പെണ്ണിന്റെ ദേഹത്ത് കൈവച്ചാ ദത്തന്റെ പെണ്ണായിവള്, ദത്തൻ താലി കെട്ടി സ്വന്തമാക്കിയവൾ. അവൻ ദേഷ്യത്തോടെ തനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോടായി അലറിയതും. രേവതി ഒരു നിമിഷം അവരെ ഇരുവരെയും മാറി മാറി നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ തിരിഞ്ഞകത്തേക്ക് കയറിപ്പോയി. ചിറ്റേ! അവർ പോകുന്നുണ്ട് കരഞ്ഞുകൊണ്ട് അവിടെ പിന്നാലെ പോകാൻ തുടങ്ങിയ തനുവിന്റെ കയ്യിൽ ദത്തന്റെ പിടി വീണു. വീട്ട്, എനിക്ക് എന്റെ ചിറ്റയുടെ അടുത്തേക്ക് പോകണം. ആളവനെ കൈ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി 2 വർഷത്തേക്ക് നിന്റെ അവകാശി ദേവദത്തനാ. അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും നീ ആരുടെ അടുത്ത് പോകണം, ആരുടെ അടുത്ത് പോവേണ്ടെന്ന്. മനസ്സിലായോടി? വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ പേടിയോടെ അവൻ നോക്കി തലയാട്ടി. എങ്കിൽ വാ. അപ്പോഴേക്കും അവിടേക്ക് എത്തി നോക്കിക്കൊണ്ട് ആൾക്കാരെ ഒന്ന് പുച്ഛിച്ച് നോക്കിക്കൊണ്ട് അവനവിടെ കൈയും പിടിച്ച് കാറിനകത്തേക്ക് കയറി. തിരിച്ചു പോകുമ്പോൾ കോട്ടയം സീറ്റിലിരിക്കുന്ന തനുവിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ദത്തൻ അവൾ നോക്കിയൊന്ന് പുച്ഛിച്ചു. ഇതിനു വേണ്ടി തന്നെയാണെടി നിന്നെ ഈ നിമിഷം തന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ഇനി ദത്തന്റെ കൈ കിടന്ന് പിടയുമ്പോ നിനക്ക് സങ്കടം പറഞ്ഞ് കരയാൻ പോലും ആരും ഉണ്ടാവരുത്. വർദ്ധിച്ച പകയോടെ അവൻ അവളെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുമ്പോൾ ഇനി മുതൽ തന്റെ ജീവിതം ഏറ്റവും ദുർഘടകം പിടിച്ച ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നറിയാതെ അവൾ കണ്ണുകൾ മുറുക്കി അടച്ച് സീറ്റിലേക്ക് ചാരി കിടന്നു. കാറ് തിരിച്ചു പോകുന്ന ശബ്ദം കേട്ട് അധികം കഴിഞ്ഞിട്ട് ആരെയും കാണാത്തതുകൊണ്ട് തന്നെ തൻവി പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ആരെ ചിറ്റി വന്ന്? ഹാളിലെത്തിയതും അവിടെ തറക്കയ്യും കൊടുത്ത് സോഫയിലിരിക്കുന്ന രേവതിയെ കണ്ടതും അവൾ പതിയെ ചോദിച്ചു. പെട്ടെന്ന് തൻവിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിലോടെ മുഖമുയർത്തി നോക്കി. മോളെ കുഞ്ഞു, നീ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റ് വന്ന്? നിന്നോട് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞ്. പോയി കിടക്ക്. ഇനി ബെഡിൽ നിന്ന് എഴുന്നേക്കരുത് കേട്ടോ. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അവരൽപ്പം ശാസന കലർന്ന സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് ചെന്നു. ഞാൻ ചിറ്റയെ കാണാത്തോണ്ട് എഴുന്നേറ്റ് വന്നാ? അല്ല, ആരെ ചിറ്റയെ വന്ന്? അവൾ സംശയത്തോടെ പുറത്തേക്ക് തലയെത്തി നോക്കിക്കൊണ്ടെന്ന് ചോദിച്ചു. അതാരുമില്ല, ഏതോ വഴിപോക്കർ വഴി ചോദിച്ചു വന്നതാ. അവൾക്ക് മനസ്സിലാവാത്ത വിധം അവർ അല്പം പതർച്ചയോടെ പറഞ്ഞു. ആണോ? ഞാൻ കരുതി എന്നെ കാണാൻ ആരെങ്കിലും വന്നതായിരിക്കുമെന്ന്. അതും പറഞ്ഞ അവൾ തിരിഞ്ഞ് റൂമിലേക്ക് നടന്നു. ചേച്ചി പോയിട്ട് കുറെ നേരമല്ലോ ചിറ്റേ, ഇതുവരെ കണ്ടില്ലല്ലോ. അകത്തേക്കായിരുന്നതിനിടയിൽ അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം രേവതി പതറിപ്പോയി. അവളോട് എന്ത് മറുപടി പറയുന്നറിയാതെ അവരൊന്ന് പകച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഷോക്കിംഗ് ന്യൂസ് ഒന്നും അറിയിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞ. അത് മോളെ, ചേച്ചി ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരില്ല. അവളോട് സത്യം പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവരവരുടെ മുഖത്തേക്ക് നോക്കാതെ ഒരു കള്ളം പറഞ്ഞു. അതെന്താ ചിറ്റേ? രേവതി പറഞ്ഞു കേട്ടിട്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. അത് അവരുടെ ടെക്സ്റ്റൈൽസിന്റെ പുതിയ ബ്രാഞ്ച് തുടങ്ങി. അവിടെ സ്റ്റാഫുകൾ കുറവാ. അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് സ്റ്റാഫുകൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. അവിടേക്ക് കുറച്ച് ദൂരമുണ്ട്, പോയി വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. രേവതി അവൾ വിശ്വസിക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഇതൊക്കെ എപ്പോ? എന്നിട്ട് ഇന്ന് രാവിലെ പോലും ചേച്ചിനോടൊന്നും പറഞ്ഞില്ലല്ലോ. അവൾ പരിഭവത്തോടെ പറഞ്ഞു. കുറച്ച് ദിവസമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും തനുവിന് പോവേണ്ടിയിരുന്നു കരുതിയില്ല. പിന്നെ ഇന്ന് കടയിൽ ചെന്നപ്പോഴാ തനു കൂടെ പോകണമെന്ന് അവരറിയിച്ച്. നിന്നോട് പറയാൻ അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞ, ഞാനത് വിട്ടുപോയതാ. ആ ഒരു മുഖത്തൽപ്പം പുഞ്ചിരി വെത്തിക്കൊണ്ട് പറഞ്ഞു. തൻവി അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അല്ലെങ്കിൽ ഈടായിട്ട് ചിറ്റക്കൽപ്പം മറവി കൂടുതലാ. ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവൾ കുസൃതിയോടെ പറഞ്ഞു. ചിറ്റയുടെ മുഖത്ത് വാടിയ പുഞ്ചിരി വിടർന്നു. മോള് പോയി കിടന്നു, അത് എഴുന്നേറ്റൊന്നും നടക്കണ്ട. അവര് പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അവൾ കണ്ണിന് മുന്നിൽ നിന്ന് പറഞ്ഞതും രേവതിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒന്നും ആലോചിക്കാതെ തനു എന്തിനിങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അതിനേക്കാൾ ഉപരി മനക്കൽ തറവാട്ടിൽ തനുവിന്റെ ഇനിയുള്ള ജീവിതം എങ്ങനെയാണെന്നറിയാതെ അവരുടെ മനസ്സാകെ അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. വലിയൊരു മതിൽക്കെട്ടിന് മുമ്പിൽ ദത്തന്റെ കാർ വന്നിരുന്നു. പേടിയോടെ അവിടേക്ക് നോക്കി. മനക്കൽ കോവിലകം. സ്വർണ്ണലിപികളാൽ എഴുതി വെച്ചിരുന്ന ബോർഡ് കണ്ടതും അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവൻ ഹോണ് നീട്ടിയടിച്ചു. അപ്പോഴേക്കും ഒരു സെക്യൂരിറ്റി ഓടി വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. എവിടെ പോയി കിടക്കായിരുന്നുള്ള ഇത്രയും നേരം? ഞാൻ എത്ര നേരം വിളിക്കുന്നു? ഗേറ്റ് തുറന്നു. അവൻ അയാളുടെ നേരെ ചീറിക്കൊണ്ട് ചോദിച്ചു. അത് സാർ, ഞാൻ നിന്നും ബബ്ബ പഠിക്കാതെ പോളോ. അയാൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അയാളുടെ നേരെ ചീറിക്കൊണ്ട് കാറ് മുന്നോട്ടെടുത്തു. ഒരു നിമിഷം അവന്റെ ആ ഭാഗത്തിൽ തനുവല്ലാതെ ഭയന്നു പോയിരുന്നു. ഗേറ്റ് തുറക്കാൻ അല്പം താമസിച്ചാണ് അയാൾ ആ പാത്തിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടെന്ന് ഓർത്തും ആളിൽ വല്ലാത്തൊരു വിറയലുണ്ടായി. അവളൊന്നും മിണ്ടാതെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് തലവിനിച്ചിരുന്നു. ഇറങ്ങുന്നില്ലേ തമ്പുരാട്ടി? ഇനി അകത്ത് തന്നെ ഇരിക്കാൻ പോവാണോ?
ദത്തന്റെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. എന്താ? ആൾ വിറയലോടെ ചോദിച്ച അവൻ അവളെ തുറച്ചു നോക്കി. ഇറങ്ങുന്നില്ലേന്ന്? അതോ നീ ഇതിനകത്ത് തന്നെ അടയിരിക്കാൻ പോവാണോ? അവൻ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. അവൾ ചുറ്റിനും നോക്കി. അപ്പോഴാണ് അവൻ വീണ്ടുമ്പിൽ കൊണ്ടുവന്ന് കാറെത്തിയ കാര്യം അവൾ അറിയുന്നത്. അവൾ അവനെ നോക്കിയ ശേഷം പതിയെ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി. നാശം! അവനും പിറുവിറുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ട് അവൾ ഞെട്ടിത്തരിച്ചു പോയി. കൊട്ടാര സദൃശ്യമായൊരു വീട്, വലിയ മതിലും ഗേറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുറമേ നോക്കുന്നവർക്ക് മുൻപാകെ ഇത്രയും വ്യക്തമായി കാണാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തനു ഇത്രയും വലിയ വീടായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ പേടിയോടെ ദത്തനെ നോക്കിയതും അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എന്താ, വലിയ വീടും സുഖ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോ ഇവിടെ തന്നെ അങ്ങ് കെട്ടിലമയായിട്ട് ജീവിക്കാന്ന് കരുതുന്നുണ്ടോ? അവനൊരു പുച്ഛത്തോടെ ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതിപ്പോ പലവട്ടായിട്ട് ഇയാൾ തന്നെ ഇങ്ങനെ അപമാനിക്കുക. എന്തിനാണ് തന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ഇയാളോട് ചെയ്ത്?